ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് നിങ്ങൾക്കറിയാമോ? ഇതെൻ്റെ അപ്പയുടെ വീട്ടിൽ അടുക്കളയിൽ ഡാൻസ് ഒക്കെ ചെയ്ത് തളർന്നിട്ട് ക്ഷീണം മാത്രം നമ്മൾ കേസരി ഉണ്ടാക്കാൻ പോകുകയാണ്. അതിന് ഗോഗ കേസരി ഉണ്ടാക്കാൻ നെയ്യ് നോക്കിയപ്പോൾ നെയ്യ് അവിടെ ഇല്ല. പിന്നെ ഗോഗ ബട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്തിനൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പോകുകയാണ്. നമുക്കൊന്ന് ബട്ടറും കേസരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫുൾമായും. അപ്പോൾ ഗോഗ ബട്ടർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾക്ക് ബട്ടർ ഉണ്ടാക്കാൻ അറിയാമോ ഗായ്സ്? നിങ്ങൾ ദിവസവും പാല് വെച്ചില്ലേ, അപ്പോൾ തണുത്തിട്ട് പാട വരില്ലേ, അത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ 1 മാസത്തോളം വെക്കണം. അപ്പോൾ നമുക്ക് കുറേ പാട കിട്ടും. എന്നിട്ട് നമ്മൾ അതെടുത്ത് മിക്സിയിലോട്ട് ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളം ഐസൊക്കെ ഇട്ട് മിക്സിയിലോട്ട് ഇട്ട് അടിച്ച് വരുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നു. അവസാനം ബട്ടറിൻ്റെ ഇതുപോലെ ആകും. അടിച്ചടിച്ച് വരുമ്പോൾ നല്ല കട്ടിയാകും ഗൈസ്. ഇതിപ്പോൾ ടിക്കായിട്ടുണ്ട്. ഇനിയും നമുക്ക് അടിക്കലുണ്ട്. ഇനി അടിക്കാണ്ട് പ്രോപ്പർട്ടി ബട്ടർ കിട്ടണമെങ്കിൽ ഇനി അടിക്കണം. കണ്ട് ഗൈസ് കട്ടിയായത് ഇനി നമ്മൾ തണുത്ത വെള്ളത്തിൽ എടുത്ത് ഉരുട്ടിയിടണം. നമുക്ക് നമ്മൾ ഉരുട്ടുവാണി ഗൈസ്. എനിക്ക് ഉരുട്ട എന്തിനോ പോലെ ആവും. ഗോതമ്പ് ഉരുട്ടണം. നമുക്ക് ഗൈസ് നമ്മൾ വീട്ടുണ്ടാക്കി അല്ലെ ഫ്രഷ് ബട്ടർ റെഡി. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും ഹെൽത്തി വേ ആണ്. അപ്പോൾ ഇത് 1 മാസത്തെ പാൽപ്പാടൊന്നും ഇല്ല. എങ്കിലും നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടി. അത്രയും മതി കേസരി ഉണ്ടാക്കാൻ. നമുക്ക് കേസരി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാൻ വൃത്തിയാക്കി നല്ലോണം കഴുകി അടുപ്പിലെ ഗ്യാസ് വെക്കണം. കൊള്ളയാക്കണം. ആദ്യം പാൻ നല്ലോണം ചൂടാവണം. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കൈ ചൂക്കി ബട്ടർ ഇടുവാണ്. ബട്ടർ ഇടായി നേരത്തെ ഇടുന്നുണ്ട്. റവ ഇടണം. ഇളക്കാം. ചെറിയൊരു പേടിയുണ്ട്. സൂക്ഷിച്ചിളക്കണം. ഇനി ഗോഗ ഇളക്കുമ്പോൾ എൻ്റെ ഗൈസ് കണ്ട് പാൽപ്പാട് ഗൈസ് പാൽപ്പാട് ഇതിനാണ് ഗൈസ് നമ്മൾ പാൽപ്പാട് ഇടുന്നത്. ഇത് റോസ്റ്റർ റവയാണ്. ഇത് കുറച്ചും ചൂടായാൽ മതി. ചൂടായിട്ട് പാൽ ഒഴിക്കണം. ക്രഞ്ച് കാട്ടാണെങ്കിൽ കുറച്ച് പാൽ ഒഴിക്കണം. ഇനി നല്ലോണം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് പാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വയ്ക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടെ വയ്ക്കാം. അറിയാതെ കൂടുതൽ കഴിച്ചു പോയി. ചൂട് വെള്ളം എടുക്കണേ. പഞ്ചസാര ഇട്ടില്ല. ഒരു തവി ഫുൾ പഞ്ചസാര വേണം. 2 തവി. ആയിട്ടല്ല കുറേ കൊടുപ്പോയി. ആകെ റവ മാത്രമേ കറച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൊടുപ്പോയി. പിന്നെ പാലും അവസാനം ഇങ്ങനെ പോയി. നമുക്കിത് കുറുക്കിയെടുക്കണം. മഞ്ഞപ്പൊടിയാണ്. കളറിന് വേണ്ടിയാണ് ഇത്ര കുറച്ചിടണം. ആവശ്യത്തിന് നല്ലോണം ഇളക്കി വറ്റിച്ചെടുക്കണം. തിക്കാ വേണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇളക്കാൻ പറ്റില്ല. ഇത് ഗോഗേനെങ്കിൽ ഇളക്കാൻ പോകണം. ഞാൻ ഗോഗയുടെ തൈ എടുക്കാൻ പോകുന്നു ഗൈസ്. ഗോഗോ ഒന്ന് പിരികെ. നല്ല മണക്കല്ലേ ഫ്ലേവർ. ഇടയ്ക്കിടയ്ക്ക് ബട്ടർ ഇട്ട് ഇളക്കണം. ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കണം. ഗോഗ ഇളക്കുവാൻ കേട്ടോ. നമുക്ക് കുറേ പേരിട്ട് കഴിയും. പിന്നെ വരില്ലല്ലോ പോലെ. അപ്പം നമുക്ക് അപ്പം നട്ട്സ് നമുക്ക് ഇതിനകത്തിടാം. സൺഫ്ലവർ പംകിൻ ഇതിൻ്റെയൊക്കെ സീഡുണ്ട്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. നമ്മളുണ്ടാക്കുന്ന രീതിയാണ്. എല്ലാവരും ഇങ്ങനെയാണ്. എന്തോ ഏലക്കയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അണ്ടിപ്പരിപ്പോ നട്ട്സോ വല്ല ഇടണമെങ്കിൽ അതും ഇടാം. ഓക്കെ, നമ്മൾ റവ ഇപ്പം റെഡി. നല്ല ചൂടുണ്ട്. നല്ല മണം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. നമുക്ക് സെറ്റ് ചെയ്ത് കഴിക്കണ്ടേ.
അതെന്തോ ക്ലാസ് ഇതാണ് ഗാർണിഷ് ചെയ്യാൻ പോലെ ഡിഷ് കേട്ടോ. ചൂടാൻ കൈ മീൻ കാഴ്ചണ്ട് നോക്ക്. നിങ്ങൾ നോക്ക്, നല്ല ചൂട് പറക്കുന്നുണ്ട്. നല്ല ബട്ടറിൻ്റെയും വാനില എസൻസിൻ്റെയും തവയല്ല പാൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഇതും കൂടെ എടുക്കാം. നമുക്ക് കോകയിലും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ റവ കേസരി റെഡി ഗായ്സ്. നമുക്കിത് കഴിച്ചു വെക്കാം. നമ്മൾ എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗോവ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഗോവയിൽ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് സ്വന്തമായിട്ട് വെച്ച് വെക്കാം. എന്തായാലും സൂപ്പർ. നമുക്ക് അപ്പയ്ക്ക് എന്റെ വീഡിയോയിലൊക്കെയാണ് കറക്റ്റ് ക്യാമറയുടെ ഗ്ലാസ് എല്ലാം പോട്ടെ. നമുക്ക് അമ്മ സൂപ്പർ. അമ്മ എനിക്ക് കാണിക്കാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചെറിയ സ്പൂൺ ഉപ്പ. നമുക്ക് അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട് ക്യാമറ സൂപ്പർ അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. എല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി സാധനമാണ്. ഇനി ഇതേപോലത്തെ വീണ്ടും വരും കുക്കിങ്ങും ഇതേപോലെ ആയിട്ട് കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇനി വഴിയേ വരും. നിങ്ങൾ കാണണം. എല്ലാ വീഡിയോയും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ഇല്ലേ അതിനകത്ത് കൂടെ ഒന്ന് വെക്കണം. സീ യു.